വിവാദമുണ്ടാക്കിയ എമ്പുരാന് ശേഷം മോഹൻലാൽ വീണ്ടും ജനപ്രിയന്റെ മേലങ്കി അണിഞ്ഞ സിനിമയായിരുന്നു തുടരും. തികഞ്ഞ മോഹൻലാൽ ഫാൻ ബോയ് ആയ തരുൺമൂർത്തി അണിയിച്ചൊരുക്കിയ തുടരും മോഹൻലാൽ ആരാധകർക്ക് നൽകിയ സന്തോഷം ആഘോഷമായി മാറിയത് മലയാള സിനിമ കണ്ടതാണ്. ഈ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായി മാറിയ തുടരും മോഹൻലാൽ എന്ന നടന്റെ അസാമാന്യമായ അഭിനയത്തിന് തിലകം ചാർത്തിയ സിനിമയായിരുന്നു. തരുൺമൂർത്തിക്കൊപ്പം മോഹൻലാൽ വീണ്ടും വരുന്നു എന്ന വാർത്തയ്ക്ക് തന്നെ ആവേശം ജനിപ്പിക്കാനുള്ള കഴിവുണ്ട്. പുതിയ ഒരു ചിത്രത്തിനു വേണ്ടി തരുൺമൂർത്തിയും മോഹൻലാലും ഒരുമിക്കുന്നു എന്ന വിവരം ആരാധകർക്ക് നൽകുന്ന പ്രതീക്ഷ ചെറുതല്ല. ആഷിഖ് ഉസ്മാൻ നിർമ്മിക്കുന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് വീണ്ടും ഇവർ ഒത്തുചേരുന്നത്. പുതിയ ചിത്രത്തിന് വേണ്ടിയുള്ള തരുൺമൂർത്തി മോഹൻലാൽ കൂട്ടുകെട്ടിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ നിർമ്മാതാവ് തന്നെ പങ്കുവെക്കുകയായിരുന്നു. രതീഷ് രവി കഥയും തിരക്കഥയും സംഭാഷണവും ഒരുക്കുന്ന പുതിയ ചിത്രത്തിന്റെ ഒരു വലിയ സവിശേഷത എന്തെന്നാൽ ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആദ്യമായി മോഹൻലാൽ അഭിനയിക്കുന്നു എന്നതാണ്. ആശീർവാദ് പ്രൊഡക്ഷൻസിന് പുറത്ത് മറ്റൊരു നിർമ്മാണ കമ്പനിയുമായി മോഹൻലാൽ സഹകരിക്കുന്നു എന്നതും ഒരു പ്രത്യേകത തന്നെയാണ്. മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് ചരിത്രത്തിൽ പുതിയ അധ്യായം തുറന്ന സിനിമയാണ് തുടരും. റിലീസ് ദിനത്തിൽ തന്നെ ലോകവ്യാപകമായി 17.18 കോടി രൂപ നേടിയ ചിത്രം കേരളത്തിൽ നിന്ന് മാത്രം 5.10 കോടിയും ഇന്ത്യയുടെ മറ്റിടങ്ങളിൽ നിന്ന് ഏകദേശം 90 ലക്ഷം രൂപയും വിദേശ മാർക്കറ്റുകളിൽ നിന്ന് 11.18 കോടിയും സമാഹരിക്കുകയുണ്ടായി. ഏകദേശം 28 കോടി രൂപ ബഡ്ജറ്റിൽ നിർമ്മിച്ച തുടരും ലോകവ്യാപകമായി ഏകദേശം 237 കോടി രൂപയുടെ മൊത്തം കളക്ഷൻ നേടിയിട്ടുണ്ട്. അതിൽ 118 കോടി കേരളത്തിൽ നിന്ന് മാത്രമാണ്. മലയാളത്തിൽ നിന്നുള്ള ഈ ചിത്രം ഭാഷയുടെ അതിരുകൾ മറികടക്കുന്ന കാഴ്ചയാണ് തുടരും എന്ന സിനിമയുടെ വിജയത്തിലൂടെ നാം കണ്ടത്. ആഗോള ബോക്സ് ഓഫീസിൽ മലയാള സിനിമയുടെ മേൽക്കോയ്മ തെളിയിച്ച സിനിമ കൂടിയാണ് തുടരും. ഈ ചിത്രത്തിന്റെ വിജയം പുനരാവിഷ്കരിക്കാൻ തരുൺമൂർത്തിയും മോഹൻലാലും ആഗ്രഹിക്കുന്നുണ്ടാകും. ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന് ആ നേട്ടം കൈവരിക്കാനാകുമോ? തുടരുമിന്റെ വിജയം നിർമ്മാതാവിന് വലിയ പ്രചോദനം ആണെന്നതിൽ സംശയമില്ല. എങ്കിലും കഥയും കഥാപാത്ര സൃഷ്ടിയുമെല്ലാം വിജയത്തെ സ്വാധീനിക്കും. മോഹൻലാൽ എന്ന നടന്റെ സാന്നിധ്യം ചിത്രത്തിന്റെ വിജയ സാധ്യത വൻതോതിൽ ഉയർത്തുമെന്നതിൽ സംശയിക്കാനില്ല. മറ്റു കഥാപാത്രങ്ങളുടെ വിവരങ്ങൾ കൂടി വന്നു കഴിഞ്ഞാൽ ചിത്രം കൂടുതൽ വ്യക്തമാകും. തുടരും എന്ന ചിത്രത്തിൽ മോഹൻലാൽ, ശോഭന എന്നിവർക്ക് പുറമെ പ്രകാശ് വർമ്മ എന്ന അതുല്യ നടന്റെ അരങ്ങേറ്റം കൂടിയായപ്പോൾ ആ ചിത്രത്തിന് പുതിയ ഒരു മാസ്മരികത ലഭ്യമാവുകയുണ്ടായി. പുതിയ ചിത്രത്തിനായി തരുൺമൂർത്തി അങ്ങനെയൊരു നടനെയോ നടിയെയോ കൂടി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാകുമോ? ദൃശ്യം 3 ശേഷം ചിത്രീകരണം ആരംഭിക്കുന്ന മോഹൻലാൽ ചിത്രമായിരിക്കും ഇതെന്ന സൂചനകളുണ്ട്. ഷൂട്ടിംഗ് പൂർത്തിയാക്കി പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ആഷിഖ് ഉസ്മാൻ ചിത്രമായ ബോളിവുഡ് ടൈംസിനു ശേഷമാകും തരുൺമൂർത്തി മോഹൻലാൽ ചിത്രം ആരംഭിക്കുക.